അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചങ്ങാതിമാരിൽ വളരെ പ്രധാനപ്പെട്ട ആളാണല്ലോ സാഹിർ റളിയല്ലാഹു അൻഹു, സാഹിർ ഇബ്നു ഹറാം. അദ്ദേഹം ഗ്രാമങ്ങളിൽ നിന്ന് ഒരുപാട് വിശേഷ വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് മദീന പട്ടണത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ആളായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദ്ദേഹം അവിടെ നിന്നുള്ള ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. നബി തങ്ങൾ തിരിച്ചും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പാരിതോഷങ്ങൾ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാത്തൊരു സമയത്ത് സാഹിർ വന്നു തങ്ങളെ തിരക്കി, തങ്ങളെ കണ്ടില്ല. പിന്നീട് നബി തങ്ങൾ തിരിച്ചു വന്നപ്പോൾ സാഹിർ റളിയല്ലാഹു അൻഹു കച്ചവടം നടത്തുകയാണ് മദീന അങ്ങാടിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറകിലൂടെ ചെന്നിട്ട് സാഹിർ ഖാന്റെ കണ്ണ് രണ്ടും പൊത്തിപ്പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, അപ്പൊ ആരാണെന്ന് ചോദിച്ചു സാഹിർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് സാഹിറിന് മനസ്സിലായത്. അപ്പൊ സാഹിർ ഖാൻ തന്റെ പുറം നബി തങ്ങളുടെ നെഞ്ചിനോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒട്ടിച്ചേർന്ന് നിന്നു. അപ്പൊ നബി തങ്ങൾ ഒരു തമാശ പറഞ്ഞു, ആരാണ് സാഹിറിനെ വാങ്ങാൻ തയ്യാറുള്ളത്? ഈ അടിമയെ ആരാണ് വാങ്ങാൻ തയ്യാറുള്ളത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ സാഹിർ ഖാൻ പറഞ്ഞു, നബി തങ്ങളെ, നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ കിട്ടുക, ഒരു വിലയില്ലാത്ത ചരക്കാണ് ഞാൻ. കാരണം അദ്ദേഹം കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലാത്ത വിരൂപനായ കുറച്ച് കറുപ്പുള്ള ഒരാളായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത്, ബൽ അൻത ഇൻദല്ലാഹി ഗാലിൻ, സാഹിറെ, നീ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല വില കൂടിയ ചരക്കാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതായത് ഉള്ളിലെ തഖ്വയും ഈമാനും ഇഖ്ലാസും ആ മുത്ത് തങ്ങളോടുള്ള സ്നേഹവും ഒക്കെയാണ് നമ്മുടെ ഈമാന്റെയും നമ്മുടെ നന്മയുടെയും ഒക്കെ കാരണങ്ങളായി കണക്കാക്കേണ്ടത്. അള്ളാഹുവേ, നീ ഞങ്ങൾക്കൊക്കെ നല്ലവരായി ജീവിക്കാൻ തൗഫീഖ് ചെയ്യേണ്ട റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.